അടുത്തൊരു തിയറം തെവനിൻസ് തിയറമാണ്. അപ്പം നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും റെസിസ്റ്റൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇതുപോലൊരു സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് ഒരു റെസിസ്റ്റൻസ് ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് അങ്ങനെ മാറ്റി നമുക്ക് ചെറിയൊരു സർക്യൂട്ടാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് ചിലപ്പോൾ അവർ തന്നിട്ടുണ്ടാവും, ചിലപ്പം തന്നിട്ടുണ്ടാവില്ല. RL പുതിയ ഒരു ചിലപ്പോൾ AB എന്ന് പറഞ്ഞിട്ടൊരു 2 പോയിൻറ്റ്സ് തന്നിട്ട് അതിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിലും തെവനിൻസ് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാനേ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ലോഡ് റെസിസ്റ്റൻസ് തന്നിട്ട് അതിനകത്തോടുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു നെറ്റ്വർക്ക് നിങ്ങൾ അതായത് ഒരു വലിയ നെറ്റ്വർക്കിന്, കോംപ്ലക്സ് നെറ്റ്വർക്കിന് ഇതുപോലൊരു തെവനിൻസ് വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസും ആക്കി മാറ്റിയിട്ട് ഈ പറഞ്ഞ ലോഡ് റെസിസ്റ്റൻസിനകത്തോടുള്ള കറണ്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, V/R ആണ് ഉദ്ദേശിക്കുന്നത്. രണ്ടും സീരീസ് അല്ലേ. ഓക്കെ, അപ്പം തിയറം എന്താ പറയുന്നതെന്ന് വെച്ചാൽ എ ലീനിയർ 2-terminal സർക്യൂട്ട് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഇക്വലന്റ് സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് എ വോൾട്ടേജ് സോഴ്സ് VTH ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് RTH. കേട്ടോ, where VTH is the open circuit voltage at the terminal, RTH is the equivalent resistance at the terminals when the independent sources are turned off. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ചെയ്യണമെങ്കിൽ VTHും RTHും കണ്ടുപിടിക്കണം. VTH എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. RTH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ വോൾട്ടേജ് സോഴ്സോ കറണ്ട് സോഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഇപ്പം വോൾട്ടേജ് സോഴ്സ് ആണുള്ളതെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ആണുള്ളതെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുക. സൂപ്പർ പൊസിഷൻ തിയറത്തിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യാം, അപ്പം കുറച്ചും കൂടി മനസ്സിലാവും. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൺവേർട്ട് ദ ഗിവൺ സർക്യൂട്ട് ടു എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് സിംഗിൾ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിനകത്ത് തെവനിൻസ് എന്ന് പറഞ്ഞിട്ടില്ല, അവർ പറഞ്ഞിരിക്കുന്നത് കൺവേർട്ട് ചെയ്യുക വിത്ത് സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് സിംഗിൾ റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസും സീരീസിൽ വരുന്ന രീതിയിലുള്ള ഒരു സർക്യൂട്ടാക്കി മാറ്റണമെന്ന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് തെവനിൻസ് ഇക്വലന്റ് സർക്യൂട്ടാണ് ചോദിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സർക്യൂട്ടിനകത്ത് 2 വോൾട്ടേജ് സോഴ്സാണ് തന്നിരിക്കുന്നത്. AB എന്ന് പറയുന്ന ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പൺ ആക്കിയിട്ടേക്കുന്ന ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കണ്ടുപിടിക്കണം, ഇക്വലന്റ് റെസിസ്റ്റൻസും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്നത് റെസിസ്റ്റൻസ് ആണ് കേട്ടോ. അത് ആദ്യം പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തെവനിൻസ് തിയറവും നോർട്ടൺസ് തിയറവും ഏകദേശം സിമിലർ ആണ്. രണ്ടിനകത്തും ആദ്യം നമ്മൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് അത് ആദ്യം പറയുന്നത്. അപ്പോൾ RTH നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓപ്പൺ ആക്കി വച്ചിരിക്കുന്ന ടെർമിനൽസിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മളെപ്പോഴും എവിടെയാണോ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്ത് വോൾട്ടേജ് സോഴ്സ് ആണുള്ളത് 2 എണ്ണം, അതിനെ നമ്മൾ ഷോർട്ട് ചെയ്യും. അപ്പം ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 റെസിസ്റ്റൻസ് 8 ഓമും 4 ഓമും പാരലായിട്ട് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് രണ്ടും പാരലാണ് അല്ലേ. പാരലായി കഴിഞ്ഞാൽ ഉള്ള ഇക്വേഷൻ നമുക്കറിയാം, 8 × 4 / 8 + 4. 2 റെസിസ്റ്റൻസ് പാരലായി കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് കേട്ടോ. അപ്പോൾ 8/3 ഓം എന്ന് വന്നു. അപ്പോൾ അതാണ് അവിടുത്തെ RTH എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ VThevenin കണ്ടുപിടിക്കണം, വോൾട്ടേജ് കണ്ടുപിടിക്കണം, VAB. അത് ഈ 2 AB എന്ന് പറയുന്ന ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്കറിയാം. ഇവിടെ ഓപ്പൺ ആണ്. സോ ഇവിടെ വല്ല റെസിസ്റ്റൻസോ ഒക്കെ വന്നാലും അതിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല, കാരണം അവിടെ ഓപ്പൺ ആയതുകൊണ്ട്. ആകെ ഈ സർക്യൂട്ടിലൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ നോക്കി, ഇവിടെ 2 വോൾട്ടേജ് സോഴ്സ് ആണുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്, ഒരു സീരീസ് സർക്യൂട്ട് പോലെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെയും ഇതിൻ്റെ ഡയറക്ഷൻ ഇതുവഴി കറണ്ട് പോയി തിരിച്ച് ഇതുവഴി കയറി വരും അല്ലേ. അപ്പം 15 - 10 വോൾട്ട് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം 15 നിന്ന് 10 - ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 5 വോൾട്ടാണ് ഇത് മൊത്തത്തിൽ ഇവിടെ സർക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ 4 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, കാരണം ഇതെല്ലാം ഇവിടെ പാരലൽ. ഇപ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജ് ഈ പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് വോൾട്ടേജ് എല്ലായിടവും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ 4 ഓമിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാം. സിൻസ് ഇത് സീരീസ് ആയിട്ടിരിക്കുന്ന കാരണം വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഉപയോഗിക്കാം.
അപ്പോൾ വോൾട്ടേജ് റിവിഷൻ റൂൾ എന്താ പറയുക, ടോട്ടൽ വോൾട്ടേജ് ആ സർക്യൂട്ടിൽ മൊത്തത്തിൽ വരുന്ന വോൾട്ടേജ് ഇൻറ്റു ഇപ്പോൾ ഏതിലൂടെയുള്ള വോൾട്ടേജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇല്ലേ, 4ഉം 8ഉം. അപ്പോൾ ഇതിലൂടെയുള്ള സീരീസ് സർക്യൂട്ട്സിൽ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്തൂടെയുള്ള വോൾട്ടേജാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. സീരീസ് ആയിരിക്കുമ്പോൾ കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഈ റെസിസ്റ്റൻസ് 4/8 + 4 രണ്ടും കൂടി കൂട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുക. 5 ഇൻറ്റു മെയിനായിട്ട് വരുന്ന വോൾട്ടേജ് ഇൻറ്റു 4/8 + 4. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 3/5 വോൾട്ട് എന്ന് വരും. അപ്പോൾ ഇതാണ് അവിടുത്തെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ VThevenin എന്ന് പറയുന്നത്. ഇനി എന്താണ്, നമ്മൾ തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി, വോൾട്ടേജ് കിട്ടി, ഇതുപോലൊരു സർക്യൂട്ട് വരച്ച് കൊടുക്കുക. എത്രയേ ഉള്ളൂ തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്.